മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെ പല കാര്യങ്ങളോട് ഉപമിക്കുന്നുണ്ട്. ദൈവരാജ്യത്തെ യേശു ഉപമിക്കുന്ന ഭാഗം 31-ാം വാക്യത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ, ഒന്നാമത് ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഒന്നാമത്തെ ഉപമ ഇതാണ്. അത് കടുകുമണിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ അതെടുത്ത് തന്റെ വയലിലിട്ടു. വയലിലിട്ട ആ കടുകുമണി അത് വളർന്ന് വലിയൊരു വൃക്ഷമായി മാറുകയാണ്. ആകാശത്തിലെ പറവകൾക്ക് വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം ഒരു വൃക്ഷമായി മാറി. രണ്ടാമത് യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന ഉപമ 33-ാം വാക്യത്തിലാണ്. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അപ്പം 3 പറ മാവിൽ ഒരല്പം മാവ്, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിന്റെ ആ അല്പം മാവെടുത്ത് വലിയൊരു കുറെ മാവിൽ അതെല്ലാം പുളിച്ചു വരുവോളം അടക്കി വെക്കുന്നു. ഈ രണ്ട് ഉപമയും തമ്മിൽ വളരെ പരസ്പര ബന്ധമുള്ളതാണ്. ഒന്നാമത്തെ ഉപമയിൽ അതൊരു ചെറിയൊരു കടുകുമണിയോടാണ് ഉപമിക്കുന്നത്. രണ്ടാമത്തേതില് പുളിച്ച മാവിനോട്. ഒരു കടുകുമണി, ആ കടുകുമണി വളരെ ചെറുത്, അത് നമ്മുടെ കയ്യിൽ കിട്ടി. ദൈവരാജ്യത്തിന്റെ ഒരു നന്മ, ദൈവരാജ്യത്തിന്റെ ഒരു ബ്ലെസ്സിങ്, അതൊരു അഭിഷേകമായിട്ടായിരിക്കാം, അത് നമ്മുടെ മേലൊരു കോളിംഗ് ആയിട്ടായിരിക്കാം, അത് നമുക്ക് കിട്ടിയ ഒരു ദൈവവചനത്തിന്റെ വെളിപ്പാടാവാം, അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള ഒരു അനോയിന്റിങ് ആവാം, കൃപാവരങ്ങളാകാം. ഇതെന്തായാലും അതിൽ ലഭിച്ച ഉടനെ അത് പെട്ടെന്ന് തന്നെ അതിനെ കടുക് തുറക്കാൻ പോകാതെ അതിനെ വയലിലെടുത്ത് കുഴിച്ചിട്ടാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിന്റെ വളർച്ച വളരെ വലുതായിരിക്കും. അത് പെട്ടെന്ന് വളർന്ന വലിയൊരു പടവൃക്ഷമായിട്ട് മാറുന്നത് കാണാം. അതുപോലെ തന്നെയാണ് പുളിച്ച മാവ്. അല്പം പുളിച്ച മാവ്, ആ പുളിച്ച മാവ് കയ്യിൽ കിട്ടിയ ഉടനെ അതുകൊണ്ടൊരു അപ്പം ഉണ്ടാക്കാൻ നോക്കിയാൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും അതുകൊണ്ട് ഭക്ഷിപ്പാൻ തികയില്ല. പക്ഷെ ആ അല്പം മാവെടുത്ത് എല്ലാ പുളിച്ചു വരുവോളം 3 പറ മാവിൽ അടച്ചു വെക്കുമ്പോൾ അതിന്റെ മാറ്റം, മറ്റു മാവുകളെയും കൂടെ പുളിപ്പിക്കുന്ന അതിന്റെ മാറ്റം പെട്ടെന്ന് വിസിബിൾ ആയിരിക്കത്തില്ല. പക്ഷെ ഒരു വലിയ മാറ്റം നടന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ, ഒരു സമയമാകുമ്പോൾ ഈ മൊത്തം മാവും പുളിച്ച് വലിയൊരു സദ്യക്കുള്ള വിഭവമായിട്ടത് മാറും. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്. ദൈവം നമുക്ക് തരുന്ന ചില നന്മകൾ, അതൊരു പക്ഷേ ഒരു അഭിഷേകമാകാം, കൃപാവരങ്ങളാകാം, ദൈവവചനത്തിന്റെ ചില വെളിപ്പാടുകളാവാം, നമുക്ക് ലഭിച്ച ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചില കാര്യങ്ങളാവാം. ഇത് ഏതായാലും പെട്ടെന്ന് തന്നെ അതെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു സമയം അതിന് നൽകുക, സാന്നിധ്യത്തിൽ അത് വയ്ക്കുക. ദൈവസാന്നിധ്യത്തിൽ അത് വളരുന്നത് കാണും. ദൈവസാന്നിധ്യത്തിൽ അതിനൊരു മാറ്റം വരുന്നത് കാണും. അതൊരു ചെറിയ വിത്തായിരിക്കാം, ചെറിയൊരു അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് നമുക്ക് തോന്നുന്ന എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ അതിനെ സാന്നിധ്യത്തിന്റെ ഉള്ളിൽ മറച്ചു വെക്കുമ്പോൾ അത് തക്ക സമയത്ത് അത് വളരാൻ തുടങ്ങും. അതിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ തുടങ്ങും. രൂപാന്തരം അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ തുടങ്ങും. ഒരു സമയം വരുമ്പോൾ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വളർച്ച അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന വലിയൊരു പ്രശ്നം, നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളെ സാന്നിധ്യത്തിന്റെ അകത്ത് അടച്ചു വെക്കാതെ, സാന്നിധ്യം അതിന്റെ മുകളിൽ ചലിപ്പാൻ നാം അനുവദിക്കാതെ, ദൈവവചന ധ്യാനം, പ്രാർത്ഥന, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ചെലവഴിക്കുന്ന സമയം, ഇതെല്ലാം ഈ വിത്ത് വളരുവാനും മാവ് പുളിക്കുവാനും വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യാതെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. അത് പലപ്പോഴും പെട്ടെന്ന് നമ്മളുടെ കയ്യിലുള്ളത് തീർന്നു പോകാൻ ഇടയായിത്തീരും. ഇത് വളരാനൊരു സമയം കൊടുക്കണം. ഇതിന് മാറ്റം സംഭവിക്കാനൊരു സമയം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ കടുകുമണി മറ്റുള്ളവർക്ക് കാണാവുന്ന രീതിയിൽ പുറത്തുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ, പുളിച്ച മാവ് അകത്തു വരുന്നൊരു വലിയ മാറ്റമാണ്. ഇന്റേണൽ ആയിട്ടുള്ള, അകത്തുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം. പുറമേ മറ്റുള്ളവർക്കൊന്നും അത് പെട്ടെന്ന് ദർശിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അത് പുളിച്ചുകൊണ്ടിരിക്കും. ദൈവരാജ്യത്തിന്റെ ആ ടേസ്റ്റ് മറ്റുള്ളവരിലേക്ക് ഇത് വ്യാപരിക്കാൻ തുടങ്ങും. അത് മൊത്തത്തിൽ പുളിപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അനുഭവമായിട്ട് മാറട്ടെ. കിങ്ഡം ഓഫ് ഗോഡ് അതൊരു വലിയ കാര്യമാണ്. അത് ദേശത്ത് അനേകർക്ക് അനുഗ്രഹമായി മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളെ കർത്താവ് വിളിച്ചത്, വേർതിരിച്ചത് ദേശത്തിന്റെ ബ്ലെസ്സിങ് ആയിട്ടാണ്. നമ്മുടെ മേൽ തന്നിരിക്കുന്ന അഭിഷേകം, നമ്മുടെ മേൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരങ്ങൾ, ദൈവത്തിന്റെ വചനം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം
ദിവസം തോറും വളരാനിടയാകട്ടെ. അതിനൊരു സമയം കൊടുക്കുക, സാന്നിധ്യത്തിൽ സമയം ചെലവഴിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റങ്ങൾ കൊണ്ടുവരും. ഗോഡ് ബ്ലെസ് യു.